നമ്മളിപ്പോൾ ഉള്ളത് പ്രോമിസ് കിച്ചണിലെ നജീബിന്റെ കൂടെ. സമ്മത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 10 പേർക്കുള്ള വെജ് ഇഷ്ട കറിയാണ്. നമുക്ക് ആദ്യം 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ 300 ഗ്രാം ഉരുളൻകിഴങ്ങ്, 100 ഗ്രാം ക്യാരറ്റ്, 100 ഗ്രാം ബീൻസ്, ഒരു 250 ഗ്രാം കോളിഫ്ലവർ, 100 ഗ്രാം പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇനി ഒരിക്കലും ഉള്ളി ആഡ് ചെയ്യാം. ഇത് ഒറ്റ ഉള്ളി കേട്ടാ. അതിന്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു. ആദ്യം വെച്ച വെള്ളം വറ്റി കുറച്ച് വെള്ളം കഴിക്കാം. മല്ലിപ്പൊടി, വെജിറ്റബിൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇത് ഉരുളക്കിഴങ്ങാണ്. ടോട്ടല് 1/2 കിലോ ഉരുളക്കിഴങ്ങ് മാത്രം കറിക്ക് ഉപയോഗിക്കുന്നത്. അതിൽ 100 ഗ്രാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 200 ഗ്രാം മേലെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പേങ്ങി എടുക്കുന്നത്. അത് പുഴുങ്ങിയിട്ട് എന്താ പരിപാടി? അതൊന്ന് ഉടച്ചിട്ട് മൂന്ന് കറിയിൽ ചേർക്കുമ്പോഴേ ഒന്ന് ടൈറ്റ് ആയിട്ടെ. അത് ഇഷ്ടിക്കറിയാണ്. നമ്മള് കുറുമല്ല, ഇഷ്ടിക്കറിക്ക് നമ്മൾ ഈ സാധാരണ ഉരുളക്കിഴങ്ങ് ഉടച്ചു ചേർക്കണം. ഇത് നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങാപ്പാലാണ്. സാധാരണ കല്യാണ വീട്ടില് നമ്മൾ ഈ പായസം വെക്കുകയാണെങ്കിൽ, കറി വെക്കുകയാണെങ്കിലും ഈ തേങ്ങാപ്പാൽ എടുക്കുക ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. 2 പേര് മെനക്കേടാണ് ഈ തേങ്ങാപ്പാൽ എടുക്കുക എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പുതിയ ഒന്ന് സാധനം ഈ MST ഗ്രൂപ്പിന്റെ തേങ്ങാപ്പാൽ. ഇതാകുമ്പോൾ നമുക്ക് തേങ്ങ ചിരകണ്ട, പീയണ്ട, മെനക്കേടില്ല. നമുക്ക് MST ഗ്രൂപ്പിന്റെ സാധനം ഉണ്ടാകുമ്പോൾ ഒരു പേടി പിടിക്കണ്ട. വീണ്ടും ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടാക്കട്ടെ. തിളച്ചു വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇനി വറവിടാൻ പോവാണ്. നമ്മൾ ഇഷ്ടം ഉണ്ട്, നമ്മൾ കഴിച്ചു നോക്കാം. ജിബേ സംഭവം പൊളിച്ചിട്ടാ. ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, സംഭവം പൊളിക്കും. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, ആ പാലിന്റെ ശരിക്കും ഫ്ലേവറൊക്കെ നന്നായിട്ട് കയറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ വീട്ടിൽ ഇത്തരത്തിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു തേങ്ങ ചിരകിയിട്ടൊക്കെ എടുത്താൽ മതി. പക്ഷെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നവർക്ക് MST ഗ്രൂപ്പിന്റെ തേങ്ങാപ്പാൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം സമയവും ലാഭമായിരിക്കും, മെനക്കെടൊക്കെ ലാഭമായിരിക്കും. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കി എങ്ങനെയുണ്ടെന്നുള്ള അറിയാം. MST ഗ്രൂപ്പിന്റെ തേങ്ങാപ്പാലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നത്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.